സത്യത്തിൽ നമ്മളൊരു ത്രസിപ്പിക്കുന്ന മത്സരം കണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരം അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് തന്നെ നമ്മളൊരു പ്രതീക്ഷിക്കാത്ത സ്കോറിലാണ് എത്തിയത്. കാരണം ഒരു സെമി ഫൈനലിലൊന്നും നമ്മളങ്ങനെ ഇത്ര വലിയ സ്കോറിലേക്കൊന്നും എത്തുന്നത് കണ്ടിട്ടില്ല. കാരണം പൊതുവെ അങ്ങനെ പറയാറുണ്ട്, ഒരു പ്രഷർ മാച്ചുകളിലൊന്നും നമ്മളൊരു പരമ്പരയിൽ കളിക്കുന്ന പോലെയൊന്നും സ്കോർ ചെയ്യാനാവില്ല എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ ഇന്ത്യ ആ ഒരു ധാരണയെ പൊളിച്ചെന്ന് തന്നെ പറയാം. കാരണം 250 എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സ്കോറാണ്, പ്രത്യേകിച്ചും ഒരു വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ടിൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇംഗ്ലണ്ട് അത് ചേസ് ചെയ്യുന്ന നമുക്കൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കാരണം ഇനി അഥവാ ചേസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ജോസ് ബട്ട്ലറെ പോലെയുള്ള ഒരു എന്താ പറയുക, ഒരു ഗഡാഗഡിയൻ ഫോമായാൽ മാത്രമേ അവർ ചേസ് ചെയ്യുന്നുള്ളതൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ പവർ പ്ലേയിൽ അതിൽ പരിങ്ങിയിട്ട് പോലും പിന്നീട് നമ്മൾ കാണുന്നത് ജേക്കബ് ബദൽ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, നമ്മൾ ഈ കഥയിലൊക്കെ ഈ ഹെർക്കുലീസ് എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ ഒരാൾ വന്നിട്ട് ആ മത്സരത്തെ ടേൺ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു അവിസ്മരണീയമായൊരു സെഞ്ചുറി. സത്യത്തിൽ ജേക്കബ് ബദലും ആ മത്സരം വിജയിക്കാൻ ഡിസേർവിങ് ആയിരുന്നു. എന്നാൽ ഇന്ത്യയും നമുക്കറിയാം വളരെ ഒരു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തോറ്റ് നമ്മൾ സെമി പോലും കാണുമെന്ന് പോലും നമുക്ക് സംശയം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അതിഗംഭീരമായിട്ട് മറ്റൊരു ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ അർജുൻ എങ്ങനെയാണ് ഇന്നലത്തെ ഒരു മത്സരത്തിൽ? ഇതൊരു T20 ആണ്. ഇതൊരു പ്രഡിക്റ്റിവിറ്റി ഫാക്ടർ ഒരിക്കലും ഇല്ല. എത്ര റൺസ് സ്കോർ ചെയ്താലും, ഈവൻ 250 സ്കോർ ചെയ്താൽ പോലും അത് ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റേഴ്സും ബോളേഴ്സും എല്ലാം എല്ലാവരും നമുക്കുള്ളത്. അപ്പോൾ ആക്ച്വലി എന്താ പറയുകയെന്ന് വെച്ചാൽ ഒരു വാങ്കഡെ സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ സ്റ്റേഡിയത്തിൽ വിസ്തീർണം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 60 മീറ്റേഴ്സ് ടു 70 മീറ്റേഴ്സിലാണ് അതിൻ്റെ ബൗണ്ടറീസ്. ഫാസ്റ്റ് പിച്ചാണ്, ഒരു ഡ്യൂ ഫാക്ടർ വരും. അപ്പോൾ എത്ര നമ്മൾ അടിച്ചാലും നമുക്ക് ചേസ് ചെയ്യാൻ വളരെ ചാൻസ് ഉള്ളതാണ്. ഇന്ത്യക്ക് ഒരു 3 സ്പിന്നേഴ്സ് ഉണ്ട്. അപ്പോൾ ഡ്യൂ ഫാക്ടർ വരുമ്പോൾ ആ സ്പിന്നേഴ്സിന് വളരെ മോശം പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. കാരണം ബോൾ നനഞ്ഞിരിക്കുന്ന കാരണം അതിൽ സ്പിൻ ചെയ്യാൻ പറ്റാൻ സാധ്യതയില്ല. അപ്പോൾ ആ ഒരു ഫാക്ടറൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ എത്ര സ്കോർ എടുത്താലും അത് നമുക്ക് ചേസ് ചെയ്യണമെങ്കിൽ ചേസ് ചെയ്യാം. കാരണം ഒരു പിഞ്ച് ഹിറ്റേഴ്സായിരുന്നു കൂടുതലും ഇംഗ്ലണ്ട് പ്ലേയേഴ്സിനുള്ളായിരുന്നു. ഒരു നല്ല സ്ട്രെങ്ത് ഉള്ള ഹാരി ബ്രൂക്ക് ആയാലും ഫിൽ സോൾട്ട് ആയാലും വിൽ ജാക്സ് ആയാലും എല്ലാവർക്കും ചേസിങ് മാസ്റ്റേഴ്സാണ് ഇവരൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു സർപ്രൈസ് ഫാക്ടർ വന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ബി ആണ് ഇംഗ്ലണ്ടിന് വേണ്ടി വർക്കൗട്ട് ചെയ്തത്. ഒരു ജോസ് ബട്ട്ലറോ ഫിൽ സോൾട്ടോ അല്ല അവിടെ കളിച്ചത്. ബെത്തലും നമ്മുടെ സാം കറിനും ഒക്കെയാണ് അവർക്ക് വേണ്ടി മെയിനായിട്ട് ബാറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളെന്താ പറയുകയെന്ന് പറഞ്ഞാൽ ഈ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഫാക്ടർ എപ്പോഴും ഇതിനെ ഒരു ഇൻട്രസ്റ്റ് കൂട്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സെയിം സംഭവം തന്നെയാണ് ഈ പ്രാവശ്യം ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽസ് സംഭവിച്ചത്. ഏതൊരു സെമി ഫൈനൽസിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാച്ചായിട്ട് നമുക്ക് ഇതിനു വേണ്ടി കൺസിഡർ ചെയ്യാം. നമ്മൾ ഇന്ത്യൻ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂർണമെൻറ്റ്, അതായത് ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കറിയാം ഇന്ത്യൻ ബാറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പ്ലോസീവ് ആയിരുന്നു. ഇപ്പോൾ ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരത്തിലൊക്കെ 260 അടിച്ചിട്ടാണ് ഇന്ത്യ ലോകകപ്പിന് വരുന്നത്. പക്ഷേ ലോകകപ്പോടെ നമ്മൾ കാണുന്നത് ഒരു പരുങ്ങിയ നിലയിലായിരുന്നു ബാറ്റിംഗ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന്. ഈ ലെഫ്റ്റ് കോമ്പോ വന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ ആദ്യ മത്സരം അമേരിക്കയോട് തന്നെ ഒരു പതുങ്ങിയിട്ടാണ് തുടങ്ങുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലൊന്നും നമുക്ക് ഒരു വിചാരിച്ച രീതിയിലേക്ക് എത്താൻ പറ്റില്ല. പിന്നീട് നമ്മൾ സൗത്ത് ആഫ്രിക്കയോട് ഒരു ചേസിങ്ങിൽ അമ്പയെ പരാജയമായി തോൽക്കുന്നു. പക്ഷേ അതിനുശേഷമാണ് ഈ മുറവിളികൾക്ക് ഒടുവിൽ സഞ്ജു സാംസൺ ഓപ്പണിങ്ങിലേക്ക് വരുന്നു, ഒരു ലെഫ്റ്റ് റൈറ്റ് കോംബോ വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇന്ത്യ നമ്മൾ ഈ ഒരു ലോകകപ്പിന് മുമ്പുള്ള പരമ്പരയിൽ കണ്ടിരുന്ന അതേ ഒരു ഇന്ത്യയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. സിംബാബ്വെക്കെതിരെ 200 വലിയ സ്കോറിലേക്ക് പോയി. പിന്നീട് വിൻഡീസിനെതിരെ വലിയൊരു സ്കോർ നമ്മൾ ചേസ് ചെയ്യുന്നു. ഇപ്പോൾ ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ അതൊന്നുകൂടി ഉയർത്തുന്നതാണ് നമ്മുടെ. അപ്പോൾ ബാറ്റിങ്ങിൽ എനിക്ക് തോന്നുന്നത് സഞ്ജു സാംസണിൻ്റെ വരവ് തന്നെയാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു വലിയ ഡിസൈഡ് ആയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സഞ്ജു ആദ്യ ഓവർ മുതൽ തന്നെ അടിച്ചു തുടങ്ങുന്നത് ടീമിന് ആകെ ഒരു മൊമെൻറ്റം നൽകുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ പൊതുവേ നമ്മൾ പറയാറുണ്ട്, ഈ ജോഫ്ര ആർച്ചർ എന്ന് പറയുന്നത് സഞ്ജുവിൻ്റെ അന്തകനാന്നൊക്കെ പറയാറുണ്ട്. കാരണം ഒരു ഇംഗ്ലണ്ട് പര്യടനത്തിൽ സഞ്ജുവിനെ തുടരെ വിക്കറ്റുകൾ എടുത്തയാളാണ് ഈ ജോഫ്ര ആർച്ചർ എന്ന് പറയുന്നത്. പക്ഷേ സഞ്ജു ഇന്നലെ ആദ്യ ഓവർ മുതൽ തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെ ആർച്ചർ നേരിട്ടു. അതിലൊരു ഭാഗ്യം കൂടി ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു ക്യാച്ച്, എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് ഒരു ഈസി ആയിട്ടുള്ളൊരു ക്യാച്ച് പക്ഷേ ഹാരി ബ്രൂക്ക് വിട്ട് കളയുന്നു. പക്ഷേ ആ ഒരു ഷോട്ട് മാറ്റി നിർത്തിയാൽ സഞ്ജു ഇന്നലെ കളിച്ചത് ഒരു എക്സെപ്ഷണൽ ഇന്നിങ്സാന്ന് തന്നെ പറയാം. കാരണം ആർച്ചർ അപ്പോഴൊക്കെ പിക്ക് ചെയ്തു. ഇപ്പോൾ ഒരു 13ാം ഓവറിൽ ബ്രൂക്ക് അയക്കുന്നുണ്ട് ആർച്ചറിനെ. വല്ലപ്പോൾ എന്തെങ്കിലും സ്കോറിനെ തടുത്ത് നിർത്തണമെങ്കിൽ ആർച്ചർ വേണമെന്നുള്ളത് കൊണ്ടാണ് ബ്രൂക്ക് ആർച്ചർ അയക്കുന്നത്. പക്ഷേ സഞ്ജു ആ ഓവറിലും അതിഗംഭീരമായ 2 സിക്സറുകൾ നേടുകയാണ്. മാത്രമല്ല ഓരോ ബോളേഴ്സിനും വരുമ്പോൾ വിൻഡീസിനെതിരായ മത്സരം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സഞ്ജു ഓരോ ബോളേഴ്സ് വരുമ്പോഴും അവർ ആദ്യ പന്തിൽ തന്നെ ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു കളിയുടെ മൊമെൻറ്റം ഇന്ത്യയിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് സഞ്ജു ചെയ്യുന്നത്. പിന്നെ കൂടെ ശിവൻ ദുബെ ഇന്നലെ സ്ഥാനക്കയറ്റം കിട്ടിയിട്ടാണ് ഇന്നലെ വന്നിരുന്നത്. എനിക്ക് തോന്നുന്ന ലെഫ്റ്റ് റൈറ്റ് കോംബോ ബാലൻസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. അതോ ഇനി സൂര്യകുമാറിനേക്കാൾ ഹിറ്റിംഗ് എബിലിറ്റി എന്താണെന്ന് എനിക്കറിയില്ല. ശിവൻ ദുബെ വന്നും അതും നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. ശിവൻ ദുബെയും സഞ്ജുവും കൂടി ക്രീസിൽ നിന്ന സമയത്ത് വലിയ രീതിയിൽ സ്കോർ പോയി. പിന്നീട് സൂര്യകുമാറിന് കാര്യമായിട്ടൊന്നും പറ്റിയില്ലെങ്കിൽ പോലും പിന്നീട് തിലക് വർമ്മ അതിഗംഭീരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നത്. തിലക് വർമ്മ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ സ്ട്രൈക്ക് റേറ്റ് ഇല്ല എന്നുള്ളതൊക്കെ ആയിരുന്നു ആരോപണം. പക്ഷേ തിലക് വർമ്മ അവസാനത്തെ കുറച്ച് കളികൾ നേരെ ഓപ്പോസിറ്റാണ്. കിട്ടുന്നത് കുറച്ച് ബോളാണെങ്കിൽ പോലും അദ്ദേഹം ഭയങ്കരമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് നോക്കുമ്പോൾ അർജുൻ എന്താണെന്ന് തോന്നുന്നു?
അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരുന്നത് ജോഫ്ര ആർച്ചർ സഞ്ജു സാംസൺ ഒരു റൈവലറിയാണ്. കാരണം ഇതുവരെ സഞ്ജുവിന് മര്യാദയ്ക്ക് ബാറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മെയിൻലി ഒരു സ്പീഡ് സഞ്ജുവിന് ഇതുവരെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ബീറ്റൺ ബൈ പേസ് എന്നാണ് പറയുന്നത്. സഞ്ജുവിന് ഒരിക്കലും ഒരു ജോഫ്ര ആർച്ചറിൻ്റെ ഒരു 145 to 150 km/h ഒരു സ്പീഡ് ഇതുവരെ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു മാച്ച് കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ലോഫ്റ്റഡ് ഷോട്ട്സ് അല്ല നോക്കിയത്, ഓപ്പണിംഗ് ദ ബ്ലേഡ് ഓഫ് ദ ബാറ്റ് എന്ന് പറയാം. കാരണം കട്ട്സ് പോകുന്നുണ്ട്, ഫ്ലിക്സ് പോകുന്നുണ്ട്, ലോഫ്റ്റഡ് ഷോട്ട്സും പോകുന്നുണ്ട്. അദ്ദേഹം 38 റൺസ് 14 ബോളിൽ നിന്ന് ജോഫ്ര ആർച്ചർ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പറയാം, പുള്ളിക്കാരൻ അത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വന്നതാണ്. കാരണം ജോഫ്ര ആർച്ചർ അറിയാം നമുക്കൊരു 150 എറിയുന്ന ഒരു മനുഷ്യനാണ്. ആ പുള്ളിക്കാരൻ തന്നെ സെക്കൻഡ് സ്പെല്ലിലോട്ട് വന്നപ്പോൾ കൂടുതലായിട്ടുള്ള സ്ലോ ബോൾസിലോട്ട് പുള്ളിക്കാരൻ മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും സഞ്ജുവിന് 6 അടിക്കാനും പറ്റി. സോ നമുക്കത് പറയാവുന്നത് അദ്ദേഹം എന്താ പറയുക, ഒരു മാക്സിമം അദ്ദേഹത്തെ പ്രിപ്പയർ ചെയ്ത് വന്നു. അതേപോലെ തന്നെ ശിവൻ ദുബെ, നമുക്ക് വേണമെങ്കിൽ സൂര്യകുമാറോ ആരെങ്കിലും പറയായിരുന്നു, ബട്ട് ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ വേണമായിരുന്നു. പിന്നെ ശിവൻ ദുബെ അറിയാം ഒരു ക്ലച്ച് പ്ലെയറാണ്. ഏത് സിറ്റുവേഷനിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 50s 20s 30s തരുന്ന ഒരു പ്ലെയറാണ്. ഒരു യുവരാജ് സിംഗിന് വേണമെങ്കിൽ അദ്ദേഹം ഒരു 2-3 വർഷത്തിനകം ആവാൻ പറ്റിയ ഒരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു പാർട്ണർഷിപ്പും ജോഫ്ര ആർച്ചറിനെ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കളിക്കാൻ പറ്റിയതുമാണ്. ഐ തിങ്ക് ഇന്നലെ എന്ന മാച്ചിന് നമുക്കൊരു അപ്പർ ഹാൻഡ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട് ആണെങ്കിൽ ഈ ടൂർണമെന്റ് വന്നതിന് ഒരു അത്ര ബോളിംഗ് ലൈനും പോയിന്റ് അല്ല, ഒരു ബാറ്റിങ്ങിലാണ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഡെപ്തിലേക്ക് വരെ ബാറ്റേഴ്സ് ഉണ്ട്, പക്ഷേ ബോളിംഗ് സത്യത്തിൽ അത്ര പോരാ. ഒരു ആർച്ചർ മാറ്റി നിർത്തിയാൽ ബാക്കിയൊക്കെ ആദിൽ റഷീദും ഒക്കെ ബാക്കിയൊക്കെ ബാറ്റും പന്തും ചെയ്യുന്നവരാണ്. സംകറിനായാലും ഡോസാൻ ആയാലും ഒക്കെ ഉള്ളതാണ്. അതും അവർക്കൊരു വെല്ലുവിളിയാന്ന് തോന്നുന്നു. പിന്നീട് നമ്മൾ പറയേണ്ടത് ഇന്ത്യയുടെ ഒരു ബോളിങ്ങിനെ കുറിച്ചാണ്. ഇന്ത്യ നമ്മൾ ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ മിഡിൽ ഓവറാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. അത് സത്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സൂപ്പർ 8-ലെ 3 മത്സരങ്ങളിലും മിഡിൽ ഓവറിന് പ്രശ്നം ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കക്കെതിരെ ബ്രെവിസും മില്ലറും പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നത് മിഡിൽ ഓവറിൻ്റെ ഒരു ബലഹീനത വെച്ചിട്ടാണ്. പിന്നീടുള്ള തൊട്ടടുത്ത മത്സരത്തിൽ സിംബാബ്വെ പോലും ഇന്ത്യക്കെതിരെ അത്യാവശ്യം അടിച്ചു തുടങ്ങുന്നത്, ബ്രന്നറ്റൊക്കെ അടിക്കുന്നത് മിഡിൽ ഓവറിലാണ്. വെസ്റ്റ് ഇൻഡീസും കൃത്യമായിട്ട് തന്നെ ഇന്ത്യയുടെ മിഡിൽ ഓവർ എക്സ്പോസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നലെയും എനിക്ക് തോന്നുന്ന മിഡിൽ ഓവർ ഏറ്റവും ഒരു 14 ഓവർ ഉണ്ടല്ലോ, 7 to 14 ഓവറുകളിൽ 100 റൺസാണ് ഇംഗ്ലണ്ട് അടിച്ചെടുത്തത്. അവിടെ നിന്നാണ് കളിയുടെ മൊമെൻറ്റം മാറി മറിയുന്നത്. നമ്മുടെ ബെഥലൊക്കെ വന്നിട്ട് അടിക്കുന്നതാണ്, വിൽ ജാക്സും. അപ്പോൾ മിഡിൽ ഓവറുകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വരുൺ ചക്രവർത്തിയാണ് ആ മിഡിൽ ഓവറുകളിൽ ഇന്ത്യയുടെ ഒരു പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം വരുൺ ചക്രവർത്തി ഞാൻ തോന്നുന്നു. കാരണം ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ഫോമിലുള്ളൊരു ബോളറായിരുന്നു വരുൺ ചക്രവർത്തി. റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്താണ്. പിന്നീട് പരമ്പരകളിലൊക്കെ ഭയങ്കര ക്ലച്ച് പ്ലെയർ ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ വിക്കറ്റുകൾ എടുക്കുന്ന ആളായിരുന്നു. ബോൾഡാക്കും ഇന്നലെയും ഒരു വിക്കറ്റ് എടുത്തിരുന്നു, നിർണായകമായ. അതെ, ജോസ് ബട്ട്ലറുടെ നിർണായകമായ വിക്കറ്റ് തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം തുടങ്ങുന്നതിന് 3 6 കൺസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ആദ്യം അദ്ദേഹത്തെ അടിച്ചു തുടങ്ങിയാൽ പിന്നീട് അദ്ദേഹം റൺസ് കൺസീഡ് ചെയ്യുന്നുള്ളൊരു തോന്നലുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റിയിൽ കാര്യമായി മാറ്റം വരുന്നതെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ ഒരു സ്പിൻ ബോളിംഗ് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? എന്താ ഇന്നലെ ടോസിൽ തന്നെ നമുക്ക് ഡിസഡ്വാൻറ്റേജ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം നമുക്ക് ബോളിംഗ് നേരത്തെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. ബാറ്റിംഗ് തിരഞ്ഞെടുക്കേണ്ടി വന്നു പറഞ്ഞാൽ സെക്കൻഡിൽ ഡ്യൂ ഫാക്ടറിൽ നമുക്ക് ബോൾ ചെയ്യേണ്ട അവസ്ഥ വന്നു. സോ അത് സ്പിന്നേഴ്സിന് എന്തായാലും അതൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഫസ്റ്റ് ബോൾ മുതൽ പുള്ളിക്കാരൻ്റെ കോൺഫിഡൻസ് നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. പുള്ളിക്കാരൻ ഭയങ്കര കോൺഫിഡൻസ് പോയിട്ടാണ് പുള്ളിക്കാരൻ പറയാം. നമുക്ക് ജോസ് ബട്ട്ലറിൻ്റെ വിക്കറ്റ് എടുത്തു, പക്ഷേ അതൊരു ഇമ്പോർട്ടൻറ്റ് വിക്കറ്റ് അല്ല ആക്ച്വലി. കാരണം ജോസ് ബട്ട്ലർ ടച്ച് ഇല്ലാതെ കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ബട്ട് എല്ലാ അതർ പ്ലെയേഴ്സും അദ്ദേഹത്തെ നല്ല രീതിയിൽ പണിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതി നോക്കുമ്പോൾ ഈ ഒരു കളിയിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സെമി ഫൈനലിൽ അധികം നന്നായി കളിക്കാൻ പറ്റില്ലെന്ന് പറയാം. പക്ഷേ അതൊരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമുക്കത് സ്പിന്നേഴ്സിന് ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇനി സെമി ഫൈനൽസിന് എങ്ങനെ ഇതിലോട്ട് പോകുന്നു, എങ്ങനെ അവർ ആ ഡ്യൂ ഫാക്ടറിനെ അല്ലെങ്കിൽ ആ ടോസിനെ എങ്ങനെ കറക്റ്റ് മെൻറ്റാലിറ്റിയിൽ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന രീതിയിൽ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. അതുകൊണ്ട് ഈ ഒരു മാച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഇനി മുമ്പത്തെ മാച്ച് വെച്ചിട്ട് നമ്മൾ സ്പിന്നേഴ്സിനെ നമ്മൾ കുറ്റം പറ്റും. കാരണം നമുക്കൊരു വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സാണ് ഉള്ളത്. നമ്മൾ വേൾഡ് ക്ലാസ് സ്പിന്നറായിട്ടുള്ള കുൽദീപ് യാദവിന് വരെ പുറത്തെടുത്തിട്ടാണ് നമ്മൾ ഇവരെ വെച്ച് കളിപ്പിക്കുന്നത്. വേൾഡ് നമ്പർ 1 ആണ്. അക്സർ പട്ടേൽ നമുക്ക് ഒരിക്കലും പുറത്തെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പിച്ചിൻ്റെ ഒരു പ്രശ്നം കൂടി ഞാൻ ഇതിൽ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ലോകകപ്പിൽ ഏറ്റവും വിമർശനം കേട്ട ഒന്നായിരുന്നു ഇന്ത്യയുടെ ഫീൽഡിങ്. പക്ഷേ ഇന്നലത്തെ സത്യത്തിൽ ആ മത്സരം വിജയിപ്പിച്ചതിൽ ഇന്ത്യയുടെ ഫീൽഡിങ്ങിന് വലിയ പങ്ക്. പ്രത്യേകിച്ചും അക്സർ പട്ടേലിൻ്റെ 2 ക്യാച്ചുകൾ, ഒന്ന് ഹരി ബ്രൂക്കിൻ്റെ ക്യാച്ചായിരുന്നു. അതും ഒരു ഏറെക്കുറെ ഇമ്പോസിബിളായ ക്യാച്ചാണ്. കാരണം തിരിഞ്ഞോടിയിട്ട് ക്യാച്ച് പിടിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഏറ്റവും റിസ്കി ആയിട്ടുള്ള റിച്ചാർഡ്സിൻ്റെ ക്യാച്ചാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതുപോലൊരു ക്യാച്ച് അക്സർ അത് ഗംഭീരമായ ഒരു ക്യാച്ച് എടുത്തു. പിന്നെ നിർണായക സമയത്ത് വീണ്ടും ഒരു ക്യാച്ച് കൂടി എടുക്കുന്നുണ്ട്. അത് ആ ബൗണ്ടറി ലൈനിൽ അരികെ പോയിട്ട് തട്ടി ശിവൻ ദുബെ കൃത്യമായിട്ടുണ്ട്. അങ്ങനെ ആ 2 ക്യാച്ചുകൾ കൂടി എനിക്ക് തോന്നുന്നത്
ഈ മത്സരത്തിൽ ഭയങ്കര നിർണായകം. ഇംഗ്ലണ്ടിനാണെങ്കിൽ അവരാ മത്സരം ഹരിബൂക്കൻ എന്നല്ല വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ആ ക്യാച്ച് വിട്ടത് വലിയ അബദ്ധമായി എന്ന് പറയുന്നത്. എന്താണ് ഒരു ഫീൽഡ് പെർഫോമൻസ് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? എന്താ പറയുക, ക്യാച്ചസ് വിൻസ് യു മാച്ചസ് എന്നാണ് പറയുന്നത്. നമുക്ക് 2024 ഫൈനൽസിൽ നമുക്കറിയാവുന്നതാണ് സൂര്യകുമാർ അതെ, സൂര്യകുമാർ ആയിരുന്നു. നമുക്കൊരു ജയിക്കാൻ ഒരു ചാൻസ് ഇല്ലാത്തൊരു ഒരു മാച്ചായിരുന്നു അന്ന്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, ഈ ഹാരി ബ്രൂക്ക് മിസ് ചെയ്തൊരു സഞ്ജുവിൻ്റെ ക്യാച്ച്, നമുക്ക് ഹാരി ബ്രൂക്കിൻ്റെ ഫേസ് എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാവും അവിടെ അന്ന് ആ ഒരു ക്യാച്ച് മിസ് ചെയ്തതോടെ പുള്ളിക്കാരൻ്റെ ഫുൾ കോൺഫിഡൻസും പോയി. കാരണം അതിനുശേഷം പുള്ളിക്കാരൻ ഒരു ബോളിംഗ് സെറ്റപ്പിലായാലും പുള്ളിക്കാരൻ തന്നെ ഒരുപാട് ക്യാച്ചസ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം മിസ് ഫീൽഡ് സംഭവിച്ചു, ബോളിംഗ് ചേഞ്ചസ് ശരിക്കും കൊണ്ടുവരാൻ സാധിച്ചില്ല, ബാറ്റിങ്ങിലും അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ താങ്കൾ പറഞ്ഞാൽ വളരെ ശരിയാണ്. കാരണം ഒരു ഡ്യൂ സിറ്റുവേഷനിൽ നമുക്ക് ക്യാച്ചസും ഫീൽഡിങ് ചെയ്യാൻ വളരെ പാടാണ്. ആ ഒരു സിറ്റുവേഷനിൽ വരെ ഇന്ത്യ വളരെ നന്നായി പോയി. ആ ക്യാച്ച് അക്സർ പട്ടേൽ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാച്ചും അത് നമുക്ക് ആ ഒരു സമയത്ത് ഏറ്റവും ക്രൂഷ്യൽ പോയിന്റ് ആയിരുന്നു. അപ്പോൾ ശരിയാണ് പറയുന്നത്. കാരണം നമ്മൾ ബാറ്റ് ചെയ്താലും ബോൾ ചെയ്താലും മാത്രം പോരാ, ഒരു ചെറിയ ഗ്രൗണ്ട് ആകുമ്പോൾ നമ്മൾ ഒരു 100% ഫീൽഡ് ചെയ്താലും മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റൂ. നമ്മൾ ഈ ജേക്കബ് ബദലിനെ കൂടി പറയേണ്ടതെന്ന് തോന്നുന്നു, കൂടി പറഞ്ഞിട്ട് ഇവിടെ നിർത്താൻ തോന്നുന്നു. ജേക്കബ് ബദൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ്. ജേക്കബ് ബദൽ നമുക്കറിയാം, അദ്ദേഹം ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലൊക്കെ അത്യാവശ്യം ഇംഗ്ലണ്ടിലെ 100-ലൊക്കെ അത്യാവശ്യം ഫോം ആവുന്ന പ്ലെയറാണ്. IPL പക്ഷേ RCBയിൽ എടുത്തെങ്കിലും അദ്ദേഹം ഒരു സെക്കൻഡറി ഓപ്ഷൻ ആയിരുന്നു, ആരെങ്കിലും ഇല്ലാത്തപ്പോൾ മാത്രം കളത്തിലിറക്കുന്ന ഒരാളായിരുന്നു ജേക്കബ് ബദൽ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഇംഗ്ലണ്ട് അദ്ദേഹത്തിൽ ഭയങ്കര വിശ്വാസം അർപ്പിച്ച് എല്ലാ പരമ്പരകൾക്കും അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. ഇപ്പോൾ ടെസ്റ്റ് ടീമിൽ ആഷസിലൊക്കെ ബദലുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം നടത്തിയത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വരവ് കൂടിയാണ്. അദ്ദേഹം 22 വയസ്സുള്ള ഒരു താരം ഒരു ക്രിക്കറ്റിലേക്ക് തൻ്റെ ഒരു പൊട്ടൻഷ്യൽ കാണിച്ച മത്സരമാണ്. കാരണം ഇത്രയും വലിയൊരു ചേസിങ് വെറും 7 റൺസ് അകലെ മാത്രമാണ് ഇംഗ്ലണ്ട് വീണെന്ന് നമ്മൾ നോക്കണം. അതും ബത്തൽ കാര്യമായിട്ട് പവർ പ്ലേയിൽ ബാറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം മിഡിൽ ഓവറുകളിലൊക്കെ അടിച്ചിട്ടാണ് ഇത്രയും ഒരു സെഞ്ചുറി, അതിഗംഭീരമായ സെഞ്ചുറി എന്ന് പറയാം. ഒരുപക്ഷെ മത്സരം വിജയിച്ചിരുന്നെങ്കിൽ ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച ഇന്നിങ്സ് ആയിട്ട് വരെ നമുക്ക് വിളിക്കാവുന്നതാണ്. എന്താണ് ബത്തലിൻ്റെ ഒരു ബാറ്റിംഗ് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഈ ഒരു സെമി ഫൈനലിനെ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് ടീമിൻ്റെയും പ്ലാൻ ബി പ്ലേയേഴ്സാണ് നല്ലോണം കളിച്ചത്. പ്ലാൻ എ പ്ലേയേഴ്സ് ആയിട്ടുള്ള ജോസ് ബട്ട്ലറായാലും ഫിൻ സോൾട്ട് ആയാലും അഭിഷേക് ശർമ്മയായാലും ഹാരി ബ്രൂക്ക് ആയാലൊക്കെ കൂടുതലും ഫെയിലിയേഴ്സ് ആയിരുന്നു. ഒരു വിൽ ജാക്സ് ആണ് അല്ലെങ്കിൽ ബത്തലായിരിക്കും, നമ്മുടെ ശിവൻ ഡൂബെയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കളിച്ചത്. ഒരു ക്രക്ക് സിറ്റുവേഷൻ പുള്ളിക്കാരനെ അറിയാം, പുള്ളിക്കാരന് നല്ലൊരു ഹിറ്റിംഗ് പവർ ഉണ്ട്, പുള്ളിക്കാരൻ ഒരു ക്ലാസ് പ്ലെയറുമാണ്. പുള്ളിക്കാരൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഷോർട്ട് ബൗണ്ടറീസാണ്, സ്പിന്നേഴ്സ് വരും. അനലൈസിങ് ദ സിറ്റുവേഷൻ, അവിടെയാണ് ഫിൻ സോൾട്ടിനും ആയാലും ഹാരി ബ്രൂക്കിനായിട്ടുള്ള തെറ്റ് പറ്റിയത്. സിറ്റുവേഷൻ അനലൈസ് ചെയ്തു, കാര്യം പിടികിട്ടി, എങ്ങനെയാണ് എപ്പോഴാണ് ഹിറ്റ് ചെയ്ത് കളിക്കേണ്ടത്, ആരെ ഹിറ്റ് ചെയ്യണം, എന്തുകൊണ്ട് ജസ്പ്രീത് ബുംറയെ ഹിറ്റ് ചെയ്യാതെ ഹർദിക് പാണ്ഡ്യനെ ഹിറ്റ് ചെയ്യാതെ കൂടുതൽ നമ്മുടെ സ്പിന്നേഴ്സിനെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് സിറ്റുവേഷൻ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തു, അത് അനലൈസ് ചെയ്ത് ബത്തലാണ്. അങ്ങനെയാണ് ബത്തൽ വളരെ മികച്ച രീതിയിൽ കളിക്കാൻ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.